നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദു വിശ്വാസപ്രകാരം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ദേവതകൾക്കായിട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചു പോരുന്ന സങ്കല്പങ്ങളുടെയും ആഴ്ചകളിലെ ദിവസങ്ങളുടെ പ്രത്യേകതയും എല്ലാം എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമർപ്പണം. ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വ്രതങ്ങളും ഉപാസനയും ഈ ദിവസങ്ങളുടെ പ്രത്യേകത അനുസരിച്ചാണ് അനുഷ്ഠിച്ചു വരുന്നത്. നമ്മളിവിടെ പറയുന്നത് ഓരോ ദിവസങ്ങളിലും ഉപാസിക്കേണ്ട ദേവതകളെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയുമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പ്, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഞായറാഴ്ച ദിവസത്തെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ സൂര്യഭഗവാനെ ഉപാസിക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച. സംസ്കൃതത്തിലും ഹിന്ദിയിലും ഞായർ രവിവാരമായിട്ടാണ് അറിയപ്പെടുന്നത്. രവി എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. കാലത്തിന്റെ കർമ്മസാക്ഷിയായ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാകുമെന്നാണ് വിശ്വാസം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും സൂര്യഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ്. ആഗ്രഹ സാഫല്യത്തിനാണ് സൂര്യഭഗവാൻ നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ദിവസം ചുവന്ന പൂക്കളാണ് സൂര്യഭഗവാന് വേണ്ടി അർപ്പിക്കേണ്ടത്. നെറ്റിയില് രക്തചന്ദനത്തിന്റെ കുറി അണിയുന്നതും വളരെ നല്ലതാണ്. സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നത് ശിവ ഭഗവാനാണ്. അതിനാൽ ഒപ്പം മഹാദേവനെയും ഭജിക്കുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച ദിവസത്തിലെ ആരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ശിവഭജനത്തിന് തിങ്കളാഴ്ച ഉത്തമമാണ്. ഉഗ്രകോപിയാണെന്നാണ് പൊതുവെ കഥകളിലും മറ്റും നമ്മൾ ശിവ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടുള്ളതെങ്കിലും ക്ഷിപ്രസാദി കൂടിയാണ് ശിവഭഗവാൻ. മംഗല്യമാകാത്ത പെൺകുട്ടികൾക്ക് ഉത്തമ ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കാറുണ്ട്. വിവാഹിതരായവർ ദീർഘമംഗല്യത്തിന് വേണ്ടിയും മഹാദേവനെയും ഉമാദേവിയെയും പ്രാർത്ഥിക്കാറുണ്ട്. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ശിവഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകാൻ നമ്മൾക്ക് കഴിയുന്നുണ്ട്. ബുദ്ധി വളർച്ചയ്ക്കും ആഗ്രഹ സാഫല്യത്തിനുമാണ് തിങ്കളാഴ്ച ഭജനത്തിന്റെ ഉത്തമ ലക്ഷ്യം. തിങ്കളെന്നാൽ ചന്ദ്രനാണ്. ഈ തിങ്കളാഴ്ച ദിവസം ഒപ്പം പാർവതി ദേവിയും ശിവഭഗവാനെയും ഒന്നിച്ചാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറ്. ശിവഭഗവാനും പാർവതി ദേവിക്കും കൂവളത്തില വിശിഷ്ടമായിട്ടുള്ള പുഷ്പമാണ്. അതുകൊണ്ട് കൂവളത്തില സമർപ്പിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ചൊവ്വാഴ്ച ദിവസത്തിലെ ആരാധനയിലേക്ക് കടക്കുകയാണെങ്കിൽ ഗണപതി, ദുർഗാദേവി, ഭദ്രകാളി, ഹനുമാൻ എന്നീ ദേവതകളെ ഉപാസിക്കാൻ ഉത്തമമായിട്ടുള്ള ദിവസമാണ് ചൊവ്വാഴ്ച. വിശേഷിച്ചും ഹനുമാനെ ഭജിക്കാൻ ഉത്തമമായ ദിവസമാണ്. കൂടാതെ പ്രശ്നകാരകനായ ചൊവ്വയെ ഭജിക്കുന്നത് വഴി ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ചൊവ്വാഴ്ച വ്രതം നോക്കുന്നതും വളരെ നല്ലതാണ്. ചൊവ്വാഴ്ച ഹനുമാനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസമാണെങ്കിലും ചില പ്രദേശങ്ങളിലൊക്കെ മുരുക ഭഗവാനെ ആരാധിച്ചു വരുന്നുണ്ട്. ദമ്പതികള് സന്താനലബ്ധിക്ക് വേണ്ടിയും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയുമാണ് ചൊവ്വാഴ്ച വ്രതം നോക്കുന്നത്. ജാതകപ്രകാരം ചൊവ്വാദോഷമുള്ളവർക്ക് ആപത്ത് കുറയ്ക്കാനും ചൊവ്വാവ്രതം സഹായിക്കുന്നുണ്ട്. അടുത്തത് ബുധനാഴ്ച ദിവസത്തെ ആരാധനയിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണനാണ് ബുധനാഴ്ചയിലെ ഉപാസനാമൂർത്തി. ഉത്തരേന്ത്യയില് ബുധനാഴ്ച ശ്രീകൃഷ്ണാംശമുള്ള വിത്തലമൂർത്തിയെയാണ് ആരാധിക്കുന്നത്. ചിലയിടങ്ങളിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നുണ്ട്. സമാധാനപൂർണമായിട്ടുള്ള കുടുംബജീവിതമാണ് ബുധനാഴ്ചയിലെ ശ്രീകൃഷ്ണ ഉപാസനയിലൂടെ നമുക്ക് ഫലമായിട്ട് ലഭിക്കുന്നത്. പച്ച നിറമാണ് ഈ ദിവസത്തെ അടയാളപ്പെടുത്തുന്ന നിറം എന്ന് പറയുന്നത്. വ്യാഴാഴ്ച ദിവസത്തെ ആരാധന ദിവസം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിനും ദേവഗുരു ബൃഹസ്പതികൾക്കും വേണ്ടിയാണ് വ്യാഴാഴ്ച ദിവസത്തെ ഉപാസന എന്ന് പറയുന്നത്. മഞ്ഞ പുഷ്പങ്ങളും ഫലങ്ങളുമാണ് അന്ന് അർപ്പിക്കേണ്ടത്. ധനാഗമനവും സന്തോഷകരമായ ജീവിതവുമാണ് വ്യാഴാഴ്ച വ്രതത്തിന്റെ ഫലം. വ്യാഴാഴ്ച മഹാവിഷ്ണു വേഷപ്രച്ഛന്നനായിട്ട് ഭക്തരുടെ സമക്ഷം എത്താറുണ്ടെന്നാണ് വിശ്വാസമുള്ളത്. ചിലയിടങ്ങളില് ദേവഗുരു ബൃഹസ്പതി ഭക്തരെ സന്ദർശിച്ച് അനുഗ്രഹങ്ങള് വർഷിക്കാറുണ്ടെന്നുമുള്ളത് മറ്റൊരു വിശ്വാസമായിട്ട് തുടരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം അമ്മ ദേവതകൾക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. വെള്ളിയാഴ്ചകളില് ദേവീക്ഷേത്രങ്ങളില് ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ദേവിയുടെ ദിവസമാണ് വെള്ളിയാഴ്ച. വെളുത്ത പുഷ്പങ്ങളാണ് വെള്ളിയാഴ്ച ദേവിക്ക് സമർപ്പിക്കാൻ ഉത്തമം. അന്ന് ഭദ്രകാളിയെയും ദുർഗാദേവിയെയും ലക്ഷ്മി ദേവിയെയും എല്ലാം ഭജിക്കുന്നത് വളരെ നല്ലതാണ്. തടസ്സങ്ങൾ നീക്കുവാനും സന്താനലബ്ധിക്കും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതത്തിനും വെള്ളിയാഴ്ചകളിൽ ദേവിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ശുക്രനും വെള്ളിയാഴ്ച വളരെ പ്രാധാന്യമുള്ളതാണ്. ജ്യോതിഷപ്രകാരം ശുക്രൻ സമ്പത്ത് പ്രാധാന്യം ചെയ്യുന്ന ഒരു ഘടകമാണ്. തലയിൽ ശുക്രൻ ഉദിക്കുക എന്ന് തന്നെ ഒരു
ചൊല്ലുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ശുക്രനെയും ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ശനിയാഴ്ച ദിവസത്തെ ആരാധന എടുക്കുകയാണെങ്കിൽ വിശ്വാസികൾ ഏറെ ഭയത്തോടെ വീക്ഷിക്കുന്ന ഗ്രഹമാണ് ശനി. നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുകയും ധാരാളം ചീത്ത അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്ന ആളാണ് ശനി എന്നാണ് കരുതുന്നത്. ശനിദോഷങ്ങൾ അകലുവാൻ ശനിയെയും ശനിയുടെ അധിപനായിട്ടുള്ള ശാസ്താവിനെയും ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ശനിദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. രാവണന്റെ പിടിയിൽ നിന്ന് ഒരിക്കൽ ശനിയെ ഹനുമാൻ മോചിപ്പിച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ദ്രോഹിക്കില്ല എന്ന് അന്ന് ശനി ഹനുമാന് വാക്കു നൽകിയതായിട്ട് രാമായണം പറയുന്നുണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച ഹനുമാനെ ഭജിക്കുന്നത് ഉത്തമമാണ്. കറുപ്പ് നിറമാണ് ശനിയാഴ്ചയെ കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസങ്ങളിലും ഇതുപോലെയുള്ള വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. അന്നേ ദിവസം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ അന്നദാനം നടത്തേണ്ടതുണ്ട്. ആർക്കെങ്കിലും എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ആളുകളിൽ അത് എത്തേണ്ടതാണ്. അത് ഒരാൾക്ക് നിങ്ങൾ നൽകുന്നുള്ളെങ്കിലും അത് കൃത്യമായിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെ അന്നദാനം നടത്തുന്നതും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിനും സഹായകരമാകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.